വയനാട് കണ്ട, നമ്മുടെ നാട് കണ്ട ഏറ്റവും വേദനാജനകമായ ഒരു ദുരന്തത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളിലൂടെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ടുപോയ, പ്രയാസം അനുഭവിക്കുന്ന, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായ പാവങ്ങളോടൊപ്പം ചെലവഴിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോടൊപ്പം സമയം ചെലവഴിക്കുമ്പോഴും അവരിൽ നിന്ന് കേൾക്കുമ്പോഴും ആ ഫീൽഡിലിരുന്ന് കാണുമ്പോഴുമൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ള നേർക്കാഴ്ചകളാണ് നമ്മൾ പലപ്പോഴും പങ്കുവെച്ചിട്ടുള്ളത്. ആദ്യ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തത്തിൽ ഒരു താൽക്കാലിക സഹായമല്ല നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അവർക്ക് നൽകേണ്ടതും അത്തരമൊരു താൽക്കാലിക ആശ്വാസമല്ല. അതിനപ്പുറത്ത് വിശാലമായ കാഴ്ചപ്പാടോടുകൂടി കാണേണ്ടുന്ന ഒരു വലിയ ദുരന്തത്തിനാണ് ആ പാവങ്ങളായ മനുഷ്യർ ഇരകളായിട്ടുള്ളത്. സാധാരണ നമ്മൾ പല പ്രതിസന്ധികളും കണ്ടിട്ടുണ്ട്, പല ദുരന്തങ്ങളും കണ്ടിട്ടുണ്ട്. ആ ദുരന്തമുഖത്ത് ഒറ്റപ്പെട്ടുപോയ, മരണപ്പെട്ടുപോയ പലരുടെയും വേദനകൾ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രകൃതി ദുരന്തത്തിൽ പെട്ടവർ അങ്ങനെയല്ല. സാധാരണയിൽ നല്ല സന്തോഷത്തോടെ ജീവിച്ചവർ, സൗകര്യങ്ങളോടെ കഴിഞ്ഞുകൂടിയവർ, എല്ലാം ഉണ്ടായിരുന്നവർ, സ്വപ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഓരോന്നും ഒരു സ്വരുക്കൂട്ടി വെച്ച് ജീവിതത്തെ അങ്ങനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയവർ, അവരാണ് ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി, ആ ഗ്രാമങ്ങൾ പോലും നാമാവശേഷമായി അങ്ങനെ ഒറ്റപ്പെട്ടു പോയത്. അവർക്ക് വേണ്ടി സഹായത്തിന്റെ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങൾ പല ഭാഗത്തു നിന്നും വരികയാണ്. വീട് നിർമ്മിക്കാനുള്ള 100 വീടുകളുടെ ഓഫറുകൾ വരികയാണ്. പ്രിയപ്പെട്ടവരെ, സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന, അവരെ ചേർത്തു പിടിക്കാൻ ഹൃദയത്തോടെ അടുത്തു വരുന്ന പ്രിയപ്പെട്ട മനുഷ്യ സ്നേഹികളോട് സ്നേഹത്തോടെ പങ്കുവെക്കാനുള്ളത്, നമ്മൾ അവരെ സാധാരണ ഒരു ദുരിതാശ്വാസത്തിന്റെ, പുനരധിവാസത്തിന്റെ കാഴ്ചപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് ഈ പാവങ്ങളെ കാണേണ്ടതുണ്ട്. കാരണം അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു, ആ ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടു. ഇനിയും അവരെ ജീവിതകാലം മുഴുവൻ ദുരിതത്തിന്റെ ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ ഒരു കുഞ്ഞു സ്വപ്നങ്ങളിലേക്ക് നമ്മൾ വലിച്ചടച്ചു കൊണ്ടുവന്ന് ചുരുക്കേണ്ടവരല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുരിതത്തിലകപ്പെട്ട പാവങ്ങൾ. അവർക്ക് വിശാലമായ സ്വപ്നങ്ങളോടെ, ആത്മധൈര്യത്തോടെ, ബാക്കി വന്ന കുടുംബാംഗങ്ങളുമായി പ്രതീക്ഷയോടെ ജീവിക്കാൻ നമ്മൾ അവർക്ക് കരുത്തു പകരണം. നമ്മുടെ സങ്കല്പത്തിലുള്ളതുപോലെ 2-3 സെന്റ് സ്ഥലമെടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് ഒരുപാട് വീടുകൾ കെട്ടിയുണ്ടാക്കി അതിലെല്ലാം 500-600 സ്ക്വയർ ഫീറ്റ് കൊണ്ട് ഒരു വീട് പണിത് ഒരു കുഞ്ഞു കോരയിൽ അവസാനിപ്പിക്കേണ്ടതല്ല ഈ പാവങ്ങളുടെ സ്വപ്നം. അതവർക്ക് താങ്ങാനാവാത്ത മറ്റൊരു നൊമ്പരമായി മാറും. അതവർക്ക് ഒരിക്കലും ഒരു ദീർഘകാലത്തിൽ സമാധാനമോ ആത്മവിശ്വാസമോ ഐഡന്റിറ്റിയോ നൽകുന്ന ഒരു ആശ്വാസ പദ്ധതിയാവില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി വീട് പണിയുന്നവർ, അവർക്ക് വേണ്ടി സഹായം എത്തിക്കുന്നവരൊക്കെ കാണേണ്ടത്, എന്നെയും നിങ്ങളെയും പോലെ എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യർ ഒരു സുപ്രഭാതത്തിൽ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവർക്ക് വേണ്ടി നമ്മളല്ല സ്വപ്നം കാണേണ്ടത്. അവർ സ്വപ്നം കണ്ടതുപോലെ ഒരു വീടും ജീവിതവും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ബജറ്റിനുള്ളിലുള്ള ഒരു ചെറിയ ഒരു ലോകത്തേക്ക് അവരെ ചുരുക്കി കൊണ്ടുവരാനല്ല, അവരുടെ സ്വപ്നങ്ങളിലുള്ള ഒരു ലോകത്തേക്ക് കഴിയാവുന്നിടത്തോളം അവരെ കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുപോകാനാണ് ഗവൺമെന്റും ഈ മനുഷ്യ സ്നേഹികളും ഒക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ള കരുതലിനും ഒരു വിശാലത കൈവരും. കാരണം വിദ്യാഭ്യാസം, വിവാഹം, തൊഴിൽ, പുനരധിവാസം 4 മേഖലകളിൽ ആ പാവങ്ങൾക്ക് ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ, പഠിച്ച LP സ്കൂൾ മുതലുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരിൽ വലിയ സ്വപ്നങ്ങളുള്ളവരുണ്ട്, പഠിക്കാൻ കഴിയുന്നവരുണ്ട്. താൽക്കാലികമായി എവിടെയെങ്കിലുമൊക്കെ അവരെ ഒരു വിദ്യാഭ്യാസത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ ചാരി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. പഠിക്കാൻ കെൽപ്പുള്ളവർക്ക് ഈ ദുരിതത്തിന്റെ ഓർമ്മകൾ മറഞ്ഞു പോകുന്ന രീതിയിൽ, അവർ സ്വപ്നങ്ങളെ ജീവിതത്തിൽ നേടിയെടുക്കുന്ന രീതിയിൽ വിശാലമായ കരിയറിലേക്ക് പോകാൻ അവർക്ക് ധൈര്യം കൊടുക്കണം. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ വിദ്യാഭ്യാസ പ്രക്രിയക്ക് ഗവൺമെന്റും മനുഷ്യ സ്നേഹികളും ചേർന്ന് തണലൊരുക്കണം. അതുപോലെ അവർക്ക് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൊഴിൽ നൽകണം. കേവലം ഒരു വീടല്ല, അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പോയവർ, ഇതുവരെ തൊഴിൽ ചെയ്യാതെ സന്തോഷത്തോടെ ജീവിച്ചവർ, വീട്ടിൽ തൊഴിൽ നൽകി കുടുംബത്തെ പോറ്റിയിരുന്ന ആ കുടുംബനാഥനെ നഷ്ടപ്പെട്ടവർ, അവരൊക്കെയാണ് അവർ. അവർക്ക് നല്ല ഉദ്യോഗത്തെ നൽകി, തൊഴിൽ നൽകി ആ കുടുംബത്തെ ഇനിയൊരാളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നത് നമ്മുടെ ദൗത്യത്തിൽ, നമ്മുടെ പ്രേരണയിൽ, നമ്മൾ പ്രചോദിപ്പിക്കുന്ന ഇടപെടലുകളിലൊക്കെ നമ്മൾ മുൻകൈ എടുക്കേണ്ട രണ്ടാമത്തെ ഒരു മേഖലയാണ്. 3 വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി സ്വരുക്കു കൂട്ടി വെച്ച എല്ലാം ആ വീട്ടിനുള്ളിൽ ഒലിച്ചു പോയതാണ്. ചില രക്ഷിതാക്കൾ തേങ്ങി പറഞ്ഞ് കരയുന്നത് കേട്ടു. മോളെ കെട്ടിക്കാൻ, കുടുംബത്തെ പോറ്റാൻ ഒക്കെ ഒരുക്കി വെച്ച ജീവിതകാലത്തെ അധ്വാനം മുഴുവൻ വെള്ളത്തിനടിയിലേക്ക്, മണ്ണിനടിയിലേക്ക് ഒഴുകിപ്പോയി. അതിനുവേണ്ടി കാത്തുനിന്ന വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയും എല്ലാം അവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി.
ഒറ്റപ്പെട്ടു പോയ അങ്ങനെ കുറെ പെൺകുട്ടികളുണ്ട് അവിടെ. ആ പെൺകുട്ടികൾക്ക് അവരെ നോക്കാൻ കഴിയുന്ന, അവരൊരു ദുരിതമുഖത്തിൽ ഒറ്റപ്പെട്ടു പോയവരെന്ന നിലയിൽ കാണാത്ത, അനാഥരുടെ വേദന കൊണ്ട് അവരെ നോക്കാത്ത, അവർക്ക് ധൈര്യവും ഐഡന്റിറ്റിയും നൽകുന്ന, ജീവിതം നൽകുന്ന നല്ല ജീവിതം അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ആ കരുതലും അവർക്ക് ചേർന്ന് നിന്നുള്ള പ്രോത്സാഹനവും, അങ്ങനെ അവർക്ക് ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാനുള്ള പരിശ്രമവും നമ്മളിൽ ഉണ്ടാവണം. മൂന്നാമത്തത്, അവർക്ക് പുനരധിവാസത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രായോഗികമായ സമീപനം ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് പല ദുരന്തങ്ങളും പ്രളയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോൾ അങ്ങനെ കാരുണ്യ പ്രവർത്തനത്തിന്റെ സഹായത്തിന്റെ തലോടലുമായി വന്നെത്തിയ പലരും ചെയ്തു വെച്ച ഒരു രീതി, ഒരു പ്രദേശത്ത് 1-2 ഏക്കർ സ്ഥലമെടുത്ത് അവിടെ കുഞ്ഞു കുഞ്ഞു പ്ലോട്ടുകളാക്കി, വീടുകളാക്കി അവിടെ ഒന്നിച്ച് താമസിപ്പിക്കുന്ന ഒരു രീതിയാണ്. രണ്ടർത്ഥത്തിൽ ഇതൊരു അപകടമാണ്. ഒന്ന്, അവർക്ക് ഈ ദുരന്തത്തിന്റെ ഓർമ്മ ഒരു ഘട്ടത്തിലും അവരുടെ മനസ്സിൽ നിന്നുമായില്ല. രണ്ട്, അവരാ ജീവിക്കുന്ന ആളുകൾ ഒട്ടും അങ്ങനെ പരിചയമോ ബന്ധമോ അടുപ്പമോ ഇല്ലാത്ത പല ജീവിത നിലവാരത്തിൽ ജീവിച്ചവരാണ്. ഒരൊറ്റക്ക് കൊണ്ടുപോയി ഒരേ സ്ക്വയർ ഫീറ്റ് വീടുകളിൽ ഒരേ സ്ഥലത്ത് കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി കൂട്ടി വെക്കുന്നത്. അതവരുടെ സാമൂഹിക ചിന്തയിൽ മാറ്റമുണ്ടാക്കും, അതവരുടെ മാനസിക നിലവാരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവരുടെ ധാർമ്മിക മേഖലയിൽ വലിയ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. എന്നല്ല, ഒരിക്കലും അവർക്ക് ഒരു അഭിമാന ബോധത്തോടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഞാൻ പലപ്പോഴും അത്തരം വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നതിൽ. അങ്ങനെ ആരൊക്കെയോ കൂടി വീട് എടുത്തു കൊടുത്ത് സൗകര്യപ്പെടുത്തിയ മനുഷ്യർ പറയുന്നത്, എനിക്കൊരു വീടുണ്ടാകാൻ പ്രാർത്ഥിക്കണം, എനിക്കൊരു വീടും സ്ഥലമൊക്കെ എടുത്തിട്ട് ജീവിതത്തിൽ ഒന്നും രക്ഷപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിക്കണമെന്നാണ്. അവർക്കല്ലേ നമ്മൾ വീടെടുത്തു കൊടുത്തത്, പക്ഷെ അത് അവർക്കൊരു വീടായി അനുഭവപ്പെടുന്നില്ല. കാരണം നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അവരെ ചുരുക്കി കൊണ്ടുവരിക നമ്മൾ ചെയ്തത്. അതിനു പകരം അവരുടെ സ്വപ്നങ്ങളിലേക്ക് പറ്റാവുന്ന രീതിയിലുള്ള സഹായവുമായി നമ്മൾ അവരിലേക്ക് ചെന്നെത്തുക. എന്റെ ബജറ്റിനുള്ളിൽ